ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയും പുനഃക്രമീകരിച്ച കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയും 2025-26 വരെ തുടരുന്നതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. കേരള ഗവർണറായി ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 1901 ശേഷം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് 2024 കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാമൂഹിക പരിഷ്കർത്താവും NSS സ്ഥാപകനുമായ മന്നത്ത് പത്മനാഭന്റെ 148ാം ജയന്തി ഇന്ന്. ISL ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ ഹൈദരാബാദ് FC പോരാട്ടം. കൊൽക്കത്തയിൽ രാത്രി 7:30 മത്സരം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹമാധ്യമമായ എക്സിലെ പോസ്റ്റിലാണ് അദ്ദേഹം ഇപ്രകാരം അറിയിച്ചത്. 2025 ആദ്യ മന്ത്രിസഭാ യോഗം കർഷകരുടെ അഭിവൃദ്ധി വർദ്ധിപ്പിക്കാൻ സമർപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിനായി കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ കർഷകരെയും ഓർത്ത് അഭിമാനിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയും പുനഃക്രമീകരിച്ച കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയും 2025-26 വരെ തുടരുന്നതിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. PM ഫസൽ ബീമ യോജനയ്ക്ക് കീഴിൽ വിള ഇൻഷുറൻസിനുള്ള നീക്കിയിരിപ്പ് 69,515 കോടി രൂപയായി വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കഴിഞ്ഞ 8 വർഷത്തിനിടെ 1,70,000 കോടി രൂപയുടെ ക്ലെയിം കർഷകർക്ക് നൽകിയതായും മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. कवरेज को और अधिक बढ़ाने के लिए कंप्लीट डिजिटलाइजेशन, एनरोलमेंट से लेके असेसमेंट, क्लेम सेटलमेंट, पेमेंट, DBT के माध्यम से इसको पूरी चेन को रीवैम्प करने का आज माननीय प्रधानमंत्री जी ने निर्णय लिया है और एग्रीकल्चर मिनिस्ट्री और दूसरे संबंधित विभाग कोऑपरेशन से, फाइनेंस से सब मिलके फसल बीमा योजना को एक टोटली नए लेवल पे ले जाएंगे. ഡൈ അമോണിയം ഫോസ്ഫേറ്റിന് നൽകിവന്ന ഒറ്റത്തവണ പ്രത്യേക പാക്കേജിന്റെ കാലാവധി ദീർഘിപ്പിക്കാനും കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പോഷകാധിഷ്ഠിത സബ്സിഡിക്ക് പുറമെയാണ് ഇത്. രാസവള വകുപ്പിന്റെ നിർദ്ദേശം ക്യാബിനറ്റ് അംഗീകരിക്കുകയായിരുന്നു. 50 കിലോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് 3,500 രൂപയ്ക്ക് തന്നെ കർഷകർക്ക് ലഭ്യമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10:30 രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദാർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ബീഹാർ ഗവർണറായിരുന്നു രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രിമാരും പങ്കെടുക്കും. ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ നിയുക്ത ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, മന്ത്രിമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. 1901 ശേഷം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് 2024 കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കുറഞ്ഞ താപനിലയും പരമാവധി താപനിലയും സാധാരണയേക്കാൾ കൂടുതലായിരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ശൈത്യതരംഗം ശക്തമാകുമെന്നും IMD ഡയറക്ടർ ജനറൽ മൃത്യുഞ്ജയ് മൊഹാപത്ര അറിയിച്ചു. 2024 ഡിസംബറിൽ രാജ്യത്തെ മൊത്ത ചരക്ക് സേവന നികുതി വരുമാനത്തിൽ 7.3% വർധന. ഇക്കഴിഞ്ഞ ഡിസംബറിൽ മൊത്തം GST വരുമാനം 1.76 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചു. ഇക്കാലയളവിലെ കേന്ദ്ര GST വരുമാനം 32,836 കോടി രൂപയും സംസ്ഥാന വരുമാനം 40,499 കോടി രൂപയുമാണ്. 2025 പരിഷ്കാരങ്ങളുടെ വർഷമായിരിക്കുമെന്നും സായുധ സേനയുടെ ആധുനികവത്കരണത്തിൽ സുപ്രധാന ചുവടുവയ്പായിരിക്കും പരിഷ്കാരങ്ങളെന്നും രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. പ്രതിരോധ മേഖലയിലെ സുപ്രധാന പദ്ധതികളുടെയും പരിഷ്കാരങ്ങളുടെയും പുരോഗതി അവലോകനം ചെയ്യുന്നതിനായി മന്ത്രാലയ സെക്രട്ടറിമാരുമായി അദ്ദേഹം ചർച്ച നടത്തി. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽത്താനിയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങൾ സംബന്ധിച്ച് ഇരുവരും ചർച്ച നടത്തി. ഉഭയകക്ഷി സഹകരണത്തിന്റെ പുരോഗതിയും വിലയിരുത്തി. ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കാൻ രാജ്യം നടത്തുന്ന ശ്രമങ്ങൾ വിജയത്തിലേക്ക്. മുൻവർഷത്തെ അപേക്ഷിച്ച് 2020 7.93% കുറവാണ് ഈ മേഖലയിൽ രേഖപ്പെടുത്തിയത്.
ഇന്ത്യൻ ജിഡിപിയുടെ ഹരിതഗൃഹ വാതക പുറന്തള്ളലിൽ 2005 അപേക്ഷിച്ച് 2020 36% ഇടിവുണ്ടായതായും UN കാലാവസ്ഥാ വ്യതിയാന കാര്യാലയത്തിന് സമർപ്പിക്കപ്പെട്ട കണക്കിൽ പറയുന്നു. ആഗോള ജൈവ സാങ്കേതിക വിദ്യാ വിപ്ലവത്തിൽ ഈ വർഷം ഇന്ത്യ സുപ്രധാന പങ്ക് വഹിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേന്ദ്ര സർക്കാർ രൂപം നൽകിയ പ്രഥമ ജൈവ സാങ്കേതിക വിദ്യാ നയം ബയോ E3 ഇതിന് വഴിയൊരുക്കിയതായും അദ്ദേഹം പറഞ്ഞു. ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മജിദ് തഹിദ് റവൻജിയുടെ 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ന്യൂഡൽഹിയിൽ നാളെ നടക്കുന്ന 19ാമത് ഇറാൻ ഇന്ത്യ ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡ്, ബീറ്റിംഗ് റിട്രീറ്റ് തുടങ്ങിയവ വീക്ഷിക്കാനുള്ള ടിക്കറ്റുകളുടെ വിൽപ്പന ഇന്ന് ആരംഭിക്കും. സേനാഭവൻ, ശാസ്ത്രി ഭവൻ, ജന്തർ മന്ദർ, പ്രഗതി മൈതാൻ, രാജീവ് ചൌക്ക് മെട്രോ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും വെബ്സൈറ്റിലൂടെയും ജനങ്ങൾക്ക് ടിക്കറ്റുകൾ വാങ്ങാവുന്നതാണെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പാചകവാതക സിലിണ്ടറിന്റെ വില കുറഞ്ഞു. 19 കിലോ ഭാരമുള്ള LPG സിലിണ്ടറിന് 14 രൂപ 50 പൈസയാണ് കുറച്ചത്. അതേസമയം ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ KS മണിലാലിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. സസ്യപഠന മേഖലയിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെ പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും കസ്റ്റഡിയിലുള്ള തടവുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പട്ടിക നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ കൈമാറി. കോൺസുലർ ആക്സസ് സംബന്ധിച്ച ഉഭയകക്ഷി കരാർ 2008 വ്യവസ്ഥകൾ പ്രകാരം ഇത്തരം പട്ടികകൾ എല്ലാ വർഷവും ജനുവരി 1 ജൂലൈ 1 കൈമാറുന്നുണ്ട്. യുഎസിലെ ന്യൂ ഓർലിൻസിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് പിക്കപ്പ് ട്രക്ക് ഇടിച്ചുകയറ്റിയുണ്ടാക്കിയ അപകടത്തിൽ 15ലേറെ മരണം, 35 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വാഹനമോടിച്ച് ഷംസുദ്ദീൻ ബഹർ ജബ്ബാർ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. മറ്റന്നാൾ തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ബഹുജന സംഗമ വേളയാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ശിക്ഷസദനിൽ കലോത്സവത്തിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുകയായിരുന്നു മന്ത്രി. സാമൂഹിക പരിഷ്കർത്താവും NSS സ്ഥാപകനുമായ മന്നത്ത് പത്മനാഭന്റെ 148ാം ജയന്തി ഇന്ന്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഉച്ചനീചത്വങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. രാവിലെ പെരുന്ന NSS ആസ്ഥാനത്തെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തും. മന്നം ജയന്തി സമ്മേളനം രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്യും. ISL ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ ഹൈദരാബാദ് FC പോരാട്ടം. കൊൽക്കത്തയിൽ രാത്രി 7:30 മത്സരം. 13 കളികളിൽ നിന്ന് 29 പോയിന്റുമായി നിലവിൽ പട്ടികയിൽ ഒന്നാമതാണ് മോഹൻ ബഗാൻ. എന്നാൽ പോയിന്റ് പട്ടികയിൽ 12ാം സ്ഥാനത്താണ് ഹൈദരാബാദ്. ദേശീയ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് കണ്ണൂരിൽ പുരോഗമിക്കുന്നു. വ്യക്തിഗത വിഭാഗത്തിൽ ഇന്നലെ കേരളത്തിന്റെ അൽക്കാവി സണ്ണി വെള്ളി മെഡൽ കരസ്ഥമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. സീനിയർ സാബേർ വനിതാ വിഭാഗത്തിലാണ് കേരളത്തിന് വെള്ളി മെഡൽ ലഭിച്ചത്. തമിഴ്നാട്ടിലെ ഭവാനി ദേവിക്കാണ് ഈ വിഭാഗത്തിൽ സ്വർണം. ജമ്മു കാശ്മീരും ഹരിയാനയും വെങ്കല മെഡൽ നേടി. സീനിയർ ഫോയിൽ വനിതാ വിഭാഗത്തിൽ മണിപ്പൂരിന്റെ സോണിയോ ദേവിക്കാണ് സ്വർണം. സീനിയർ സാബേർ പുരുഷ വിഭാഗത്തിൽ തമിഴ്നാട്ടിലെ ജിഷോ നിധി സ്വർണം കരസ്ഥമാക്കി. വ്യക്തിഗത മത്സരങ്ങൾ ഇന്നലെ സമാപിച്ചു. ചാമ്പ്യൻഷിപ്പിന്റെ ഗ്രൂപ്പ് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. 168 ഗ്രൂപ്പുകളാണ് മത്സരരംഗത്തുള്ളത്. കേരളത്തിൽ നിന്ന് 4 പേർ വീതമുള്ള 6 ഗ്രൂപ്പുകൾ മത്സരിക്കുന്നുണ്ട്. ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർമാരായ അർജുൻ എർഗാസിയും ഡി ഗുഗേഷും 4ഉം 5ഉം സ്ഥാനം നിലനിർത്തി. ഇതിഹാസ താരം വിശ്വനാഥ് ആനന്ദിന് ശേഷം 2800 ഗോൾഡ് സ്റ്റാൻഡേർഡ് ELO റേറ്റിംഗ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് എർഗാസി. നോർവീജിയൻ താരം മാഗ്നസ് കാൾസൺ 2831 റേറ്റിംഗുമായി 1ാം സ്ഥാനത്ത് തുടരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കൊയിലാണ്ടി, പുതിയാപ്പ, അർത്തുങ്കൽ ഫിഷിംഗ് ഹാർബർ വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തി. കേന്ദ്ര സർക്കാർ ക്ലൈമറ്റ് റെസിലിയന്റ് കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജായി തെരഞ്ഞെടുത്ത 6 ഗ്രാമങ്ങളിലൊന്നായ തോട്ടപ്പള്ളി ഗ്രാമവും അദ്ദേഹം സന്ദർശിച്ചു. ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവൽ 4ാം സീസണ് മുന്നോടിയായി ഇന്ത്യൻ വ്യോമസേനയുടെ എയർ ഷോ പരിശീലന പ്രദർശനം വൈകിട്ട് ബേപ്പൂർ മറീന ബീച്ചിൽ നടക്കും. തിരുവനന്തപുരം സദേൺ എയർ കമാൻഡിലെ ഹെലികോപ്റ്ററുകൾ എയർ ഷോയിൽ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയും പുനഃക്രമീകരിച്ച കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയും 2025-26 വരെ തുടരുന്നതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. കേരള ഗവർണറായി ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും.
1901 ശേഷം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് 2024 കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാമൂഹിക പരിഷ്കർത്താവും NSS സ്ഥാപകനുമായ മന്നത്ത് പത്മനാഭന്റെ 148ാം ജയന്തി ഇന്ന്. ISL ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ ഹൈദരാബാദ് FC പോരാട്ടം. കൊൽക്കത്തയിൽ രാത്രി 7:30 മത്സരം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.